ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ഡെയിലി വ്ലോഗ് ഡേ 6 ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി ഒന്ന് കാണണം, നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പം പത്തനംതിട്ടയിലാണ് കേട്ടോ. ഇവിടെ എത്തി അൻസുവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. അവൾ ഇതുവരെ വന്നിട്ടില്ല, സ്റ്റാൻഡിലെത്തിയെന്ന് പറഞ്ഞു. ഇപ്പം ഇങ്ങോട്ട് വരുമായിരിക്കും. ഇന്ന് ക്ലൈമറ്റ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു മഴയായിരിക്കും, പക്ഷേ എനിക്ക് അത്യാവശ്യം വെയിലില്ല എന്നാൽ മഴയില്ല, അങ്ങനെ ഒരു കാലാവസ്ഥ, വലിയ കുഴപ്പമില്ല. അപ്പം പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ഇവിടെ ഒരു പട്ടിക്കുട്ടൻ നോക്കി നിൽപ്പുണ്ട്. എന്നെ വന്ന് കടിക്കുമോ? എനിക്ക് പട്ടിയെ പേടിയാണ്. കടിക്കുമോ എന്നറിയില്ല. പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ, പുള്ളിക്കാരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നു, ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നു. പാവാൻ തോന്നുന്നു, നോക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ബസ്സിൽ എനിക്ക് സീറ്റ് കിട്ടി. ഇന്ന് വലിയ തിരക്കില്ലായിരുന്നു, കാരണം സ്കൂൾ പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ തിരക്കില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ജോലിക്ക് വരുമ്പോഴേ കുറേ സ്കൂൾ പിള്ളേർ എനിക്ക് എഴുന്നേറ്റ് തരുമായിരുന്നു. ഇപ്പം ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഇപ്പം ഞാൻ വീണ്ടും സ്റ്റാർട്ടാക്കിയപ്പോൾ അവരെന്നോട് കയറുമ്പോൾ ചോദിക്കും, ചേച്ചി ഇരിക്കുന്നോ എന്ന്. മോശമല്ലേ ഇനി അവരെ എഴുന്നേൽപ്പിക്കുന്നത്? അതുകൊണ്ട് ഞാൻ പറയും, മോളെ ഇരുന്നോ, വേണ്ട, നിങ്ങൾ എഴുന്നേറ്റ് ഇറങ്ങുമ്പോൾ ഞാൻ ഇരുന്നോളാം. ചില ആൾക്കാരുണ്ട് കേട്ടോ, ഇപ്പോൾ കുട്ടികളെ കൊണ്ട് കയറിയെന്ന് പറഞ്ഞാലും പ്രായമായവർ കയറിയെന്ന് പറഞ്ഞാലും എഴുന്നേറ്റ് കൊടുക്കത്തില്ല. എന്തോ അവർക്ക് റിസർവ് ചെയ്ത പോലെയുള്ളൊരു ഭാവത്തിലുള്ള ഇരിപ്പാണ്. ഞാൻ എഴുന്നേറ്റ് കൊടുക്കും കേട്ടോ, കുഞ്ഞിനെയും കൊണ്ടൊക്കെ കയറി കഴിഞ്ഞാൽ. ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഡ്രസ്സ്. നോക്കൂ എങ്ങനെയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയറൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഇച്ചിരി. ഞാനൊരു 2-3 ഡ്രസ്സ് ഇന്നലെ 3 ഡ്രസ്സെങ്കിലും ഇട്ട് നോക്കി കാണും. ഈ കുറച്ച് ഇങ്ങനെ ടൈറ്റായിട്ടുള്ള ബോഡിക്കോൺ ഡ്രസ്സസ്സാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ അതൊക്കെ ഞാൻ മാറ്റി വെച്ച്, അല്ല ഇപ്പം എന്ത് ചെയ്യും, അതിടാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് നോക്കിയതാണ്. പക്ഷെ എനിക്ക് വയറുണ്ട്. എനിക്ക് ഇനി ഈ തിങ്കടാച്ചി വയറ് കുറയ്ക്കാതെ എനിക്ക് അതൊന്നും ഇടാൻ പറ്റത്തില്ല. നമ്മുടെ അൻസു എത്തിക്കഴിഞ്ഞു ഗൈസ്. ഇന്നെന്ത് താമസിച്ചോ? എന്നത്തേനും താമസിച്ചല്ലോ. കട കയറിയോ? എന്തോ വാങ്ങി? നമ്മുടെ അൻസു എത്തിക്കഴിഞ്ഞു. എന്താ സ്ലൈഡ്? ഒരു സ്ലൈഡ്, ഒരു ക്ലിപ്പ്. കിട്ടിയോ? എനിക്ക് കിട്ടിയില്ലോ. ഞങ്ങളുടെ ചേച്ചി പുതിയ കാർ എടുത്തു ഗൈസ്. പിന്നെ നല്ല കഴിച്ചു. ആസ് യൂഷ്വൽ ചപ്പാത്തി. ഒരു ചപ്പാത്തി ഉപ്പുകൊണ്ടുവന്നു. അവിടെ കള്ളി. അപ്പൊ ഇന്ന് നമുക്ക് 10 മണിക്ക് ഉപ്പുമാവ് കഴിക്കാം. പഴമുണ്ടോ? പഴമുണ്ട് ഗൈസ്. നമ്മളിവിടെ എത്തി. നമുക്ക് തുറന്നകത്ത് കയറാം. അവിടെ ലഡു ഒക്കെ ഇരിപ്പുണ്ട്. ലഡു ഹായ്, ഇതാണ് മുട്ടായി. തൻ്റെ കാശ് മുട്ടായി എന്ത് ലഡു ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഗൈസ്. ഹായ്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ പണി തുടങ്ങാൻ രാവിലെ. ബൈ, പിന്നെ കാണാം. ആണെന്നാണോ പറയുന്നത്? അൻസുമോൾ എടുത്ത് വെച്ചതാ. 3 എടുത്തല്ല കേട്ടോ. കാണുന്നിട്ട് തെറ്റിദ്ധരിച്ചാലും. കൺഗ്രാജുലേഷൻ, സെലിബ്രേഷൻ. ഞാൻ ചേച്ചി കാറെടുത്തു. അതിൻ്റെ സന്തോഷത്തിലാണ് ലഡു കഴിക്കുന്നത്. തമിഴ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഞാനാ കാറെടുത്തേന്ന് കേട്ടോ. പാടില്ല.
പഞ്ചസാര ഇട്ടിട്ടേ അറിയില്ല. പാല് കുടിക്കാൻ പറ്റിയ കാണോ? കോമഡി അടിക്കും. എന്തുവാ ഇതെല്ലാം അങ്ങോട്ട് കൊടുക്കണം കേട്ടോ. ഇഞ്ചിക്കറി അതല്ല, ഇത് സാമ്പാർ, അത് തീയൽ. 14 തീയതി അതിനെ മൈലാഞ്ചി ഇടുമായിരിക്കും. കാവ്യയുടെ വീട്ടിൽ പോയി തീയലെടുത്തോ, ഇല്ല എടുത്തോ. ഹലോ ഗൈസ്, ഞങ്ങൾ ഉഴുന്നോടാം.